സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള ഒരു കാരണമാണ് പൊതുവെ ഈ അസുഖമുള്ളവർ കേട്ടിട്ടുണ്ടാവും എൻഡോമെട്രിയോസിസ് എന്നുള്ളത്. ഞാൻ ഡോക്ടർ മുജീബ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ, അൽമാസ് IVF സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. എന്താണ് എൻഡോമെട്രിയം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനല്ല. OPയിൽ വരുന്ന ചില പേഷ്യൻസിനൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എൻഡോമെട്രിയോസിൽ കൂടുതലും സിംറ്റംസ് ആയിട്ട് പറയുന്നത് പെയിൻ തന്നെ ആയിരിക്കും. പീരിയഡ്സ് ആവുന്നതിന് മുമ്പ് തന്നെ വേദന തുടങ്ങിയിട്ടുണ്ടാവും. പീരിയഡ്സ് കഴിയുന്നതനുസരിച്ച് ആ വേദന കുറഞ്ഞു വരും. സ്കാനിങ് ചെയ്യുമ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് ഓവറിയിൽ കാണാം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസ് അങ്ങനെ നേരത്തെ ഡയഗ്നോസ് ചെയ്ത ആൾക്കാരും പറയാം. എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ എൻഡോമെട്രിയോസിൽ ഒരു 40% സ്ത്രീകളിലും വന്ധ്യതയ്ക്ക് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഈ ടാബ്ലറ്റ് കഴിക്കുക, സ്കാനിങ് ചെയ്ത് നോക്കുക, അണ്ടം വലുതാവുന്നുണ്ടോ, കുഴപ്പമില്ല, എന്നാലും ആവുന്നുണ്ടാവില്ല പ്രഗ്നൻസി. കാരണം എന്തെന്ന് വെച്ചാൽ എൻഡോമെട്രിയോസ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതലും അത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് അല്ല, തേർഡ് ഫോർത്തിലൊക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അണ്ടാശയും ട്യൂബും ഫെലോപ്പിയൻ ട്യൂബും യൂട്രസൊക്കെ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഓവറിൻ്റെ പ്രശ്നങ്ങൾ, ഓവറിൽ റിസർവ്, അണ്ടാശയത്തിൽ അണ്ടത്തിൻ്റെ കുറവ്, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ചലനശക്തി നഷ്ടപ്പെടുക, അതായത് എവിടെയും ബ്ലോക്കായി കിടക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഫെലോപ്പിയൻ ട്യൂബിലോട്ട് കയറിക്കോളണമെന്നില്ല. ക്വാളിറ്റിയുള്ളൊരു എഗ്ഗിൻ്റെ വിഷയത്തിൽ അണ്ടം കുറയുക എന്നുള്ളതാണ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകളിൽ ഇപ്പോൾ ഡൗട്ടാണ് ഒരു എൻഡോമെട്രിയം സിസ്റ്റ് സ്കാനിങ്ങിൽ അത്ര പെർഫെക്റ്റ് ആയി പറഞ്ഞ സിസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളെങ്കിൽ കൂടുതൽ പെയിനും ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിയാണ് ചെയ്ത് നോക്കേണ്ടത്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ചെയ്ത് നോക്കേണ്ടത്. എത്രത്തോളം അതിൻ്റെ പ്രശ്നമുണ്ട്, ട്യൂബൽ ബ്ലോക്ക് ഉണ്ടോ, പിന്നെ അല്ലെങ്കിൽ അഡേഷൻസ് ഒട്ടിപ്പിടിച്ച് ശരിയാക്കിയാൽ ക്ലിയർ ആവുമോ എന്നുള്ളതുണ്ടെങ്കിൽ. അതല്ല ഏജ് ആയിട്ടുണ്ട്, ഓവർ റിസർവ് കുറവാണ്, എൻഡോമെട്രിയോസിസ് ഉണ്ട്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് IVF ആണ്. കാരണം പലരും അത് സ്കാനിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സിസ്റ്റല്ലേ ഉള്ളൂ, ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സിസ്റ്റേ ഉള്ളൂ. കാരണം അത് തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത്, ഇത് സ്കാനിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ ഒരു അൾട്രാസൗണ്ടിൽ കാര്യമായിട്ട് ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല. അതിൻ്റെ ഒട്ടിപ്പിടിക്കലും എല്ലാം കൂടുതലായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അതിൽ IVF ആയിരിക്കും. കൂടുതൽ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അവർ അന്ന് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ചെറിയ സിസ്റ്റം ഉള്ളത് പോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ സിംറ്റംസ് വൈസും അവരാ ഡ്യൂറേഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഈ കേസ് IVF ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ IVF ചെയ്യണോ നോർമൽ ആവില്ല എന്നുള്ള അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പെങ്കിലും ചെയ്ത് നോക്കണം. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. മറ്റേത് കൂടുതൽ ആൾക്കാർ ഒരു 30-35 കഴിയുമ്പോഴൊക്കെയാണ് എൻഡോമെട്രിയോസിസ് കഴിഞ്ഞാലും IVF എന്നുള്ള കാര്യത്തിന് വില്ലിങ് ആവുന്നത്. അപ്പോഴേക്കും അവർ ഓവറിയൻ റിസർവ് കുറയും. ഓവറി അണ്ടത്തിന് ക്വാളിറ്റി അത്ര കുറഞ്ഞോളണമെന്നില്ല. എങ്കിലും വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സർജറി മെയിൻലി ഇൻഡിക്കേറ്റഡ് പെയിന് കൂടുതലുണ്ടെങ്കിലാണ്, വേദന അല്ലെങ്കിൽ വലിയൊരു സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ ആണ് സർജറി, സൈസൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സർജറി ഇൻഡിക്കേഷനുള്ളൂ. കൂടുതൽ സർജറി ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് കാരണം ഈ ഓവറിൻ റിസർവ് കുറയും ചെയ്യും. അപ്പോൾ പറയാനുള്ളത് എൻഡോമെട്രിയോസ് ഡയഗ്നോസ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യാം. വന്ധ്യത ഉള്ള പ്രശ്നമാണെങ്കിൽ എന്തായാലും IVF ആയിരിക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. ഇന്ന് കണക്കനുസരിച്ച് 30 മുതൽ 50% വരെ എൻഡോമെട്രിയോസ് ഉള്ളവരിൽ വന്ധ്യത ഉണ്ട് എന്നുള്ളതാണ്.